ചുരുങ്ങിയ നമ്മുടെ ചർച്ചയുടെ അവസാന മിനിറ്റുകളാണ്. ചുരുങ്ങിയ വാക്കുകളിൽ ഇപ്പം നാളെ UDF-ന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധമാണ്. JNU-വിൽ DSF-ന് സമരം ഇന്ന് രാത്രി തുടങ്ങാൻ പോകുന്നു. ആ പഴയ അന്നത്തെ ആ സമരവേലിയേറ്റം നമ്മൾ പ്രതീക്ഷിക്കണോ CR? അല്ല, എനിക്ക് അത് ഒരു എക്സ്പ്ലനേഷൻ മാത്രം. ഇപ്പം ഇവിടെ UDF-ൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും പ്രതിനിധികൾ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഞങ്ങളാണ് കൂടുതൽ ഇതിൽ CAA-ക്കെതിരായി നിൽക്കുന്നവർ എന്ന് സ്ഥാപിക്കാൻ ഒരു ശ്രമം വന്നു. ആ ശ്രമം അത്ര നല്ലതല്ല. അത് BJP-യുടെ ട്രാക്കിലേക്ക് പോയി വീഴലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. യോജിച്ച പ്രക്ഷോഭങ്ങളാവാം. ഇത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കൂടുതൽ കിട്ടാനുള്ള പണിയാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ, ഇതിനെ എതിർക്കുന്നവർ ശ്രമിക്കുന്നതെങ്കിൽ ആ 4 വോട്ടിൽ 6 വോട്ട് കൂടുതൽ പിടിക്കാൻ BJP-ക്ക് കഴിയും. ഹാഷ്മി ചോദിച്ച ചോദ്യത്തിനുള്ള എൻ്റെ മറുപടി അതാണ്. കാരണം ഇത് ഞങ്ങൾ കത്തിച്ചു, ഞങ്ങളാണ് കൂടുതൽ കത്തിച്ചത്, ഞങ്ങളാണ് കൂടുതൽ ഇത് നടത്തിയത്, ഞങ്ങളാണ് കൂടുതൽ പ്രസംഗിച്ചത്, നിങ്ങൾ അത് ചെയ്ത് ശരിയായില്ല, നിങ്ങൾ ഇത് ചെയ്ത്, ഈ തർക്കമാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ, കാരണം ഇത് അടുത്ത ഇലക്ഷന് 10 വോട്ട് കൂടുതൽ കിട്ടുമെന്ന് അറിയാനാണ്. ആ വോട്ടിന്റെ രാഷ്ട്രീയത്തിലേക്ക് CAA കൊണ്ടുവന്നാൽ അത് BJP-ക്ക് അനുകൂലമാവും. അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഷാവു പ്രസാദ്, താങ്കളെ ഭരണഘടന പഠിപ്പിക്കാൻ ഞാൻ ആളല്ല, എങ്കിൽ കൂടിയും ഭരണഘടനയുടെ വിശാലമായ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ താങ്കൾ ഈ പറയുന്ന ചോദ്യം അതിവിടെ താമസിക്കുന്ന പൗരന്മാർക്കും പുറത്തുള്ള പൗരന്മാർക്കും ബാധകമാക്കേണ്ടതില്ലേ എന്ന് ആലോചിക്കാത്തവരല്ലോ അന്നത്തെ ആളുകൾ. 2 തരം മൗലിക അവകാശങ്ങളാണ്. അതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് അവൈലബിൾ ഓൺലി ടു സിറ്റിസൺസ് ആൻഡ് നോട്ട് ഫോറിനേഴ്സ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ആർട്ടിക്കിൾ 16 ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. ആർട്ടിക്കിൾ 19 പ്രൊട്ടക്ഷൻ ഓഫ് 6 റൈറ്റ്സ് റിഗാർഡിംഗ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസംബ്ലി, അസോസിയേഷൻ, മൂവ്മെന്റ്, പ്രൊഫഷണൽ. ഇത് ഇവിടുത്തെ നമ്മുടെ പൗരന്മാർക്ക് മാത്രം ബാധകമായതാണ്. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് അവൈലബിൾ ടു ബോത്ത് സിറ്റിസൺസ് ആൻഡ് ഫോറിനേഴ്സ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. അതിൽപ്പെടുന്ന ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്. ആർട്ടിക്കിൾ 14 പൗരന്മാർക്കും പൗരന്മാരല്ലാത്തവർക്കും ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്നവർക്ക് ബാധകമായതാണ്. ഷാബു, ഇനി പിന്നെയും സംശയമുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്താണ് ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് ഒരു വിധി പ്രസ്താവന, താങ്കൾ ഈ പറഞ്ഞ തർക്കത്തിലാണ്. ആർട്ടിക്കിൾ 14 of the Constitution which provides for equality before law applies not only to citizens but also to non-citizens in India. Olga Roshna versus Foreigners Regional Registration Office കേസാണ്. വ്യക്തമായെന്ന് വരുന്നു. അതായത് വ്യക്തമാണ്. ഇത് തന്നെ ഞാനിതിനെ എതിർക്കുന്നുമില്ല. അതായത് ഇക്വാലിറ്റി ബിഫോർ ലോ, ഈ രാജ്യത്തെ നിയമങ്ങൾ, അവകാശങ്ങളല്ല, നിയമങ്ങൾ. ആ നിയമങ്ങൾ ഇവിടെയുള്ള ഈ ടെറിട്ടറിക്കകത്തുള്ള എല്ലാവർക്കും ഒരുപോലെയാണ്. എന്നാൽ അവകാശങ്ങൾ, താങ്കൾ പറയുന്ന ആർട്ടിക്കിൾ 14, ഞാൻ ആർട്ടിക്കിൾ 14 ആദ്യം വായിച്ചപ്പോൾ താങ്കൾ തേങ്ങാക്കുല മാങ്ങാത്തുലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്കൾ അറിയാത്ത കാര്യങ്ങൾ പറയുകയായിരുന്നു. താങ്കൾ തേങ്ങാക്കുല മാങ്ങാത്തുലി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് താങ്കൾക്ക് അറിയാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ താങ്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആർട്ടിക്കിൾ 14 ഇവിടെ റിസൈഡ് ചെയ്യുന്ന ഇന്ത്യക്കാരല്ലാത്തവർക്കും ബാധകമാണ്. ഷാബു, ലോയും റൈറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. താങ്കൾ ആദ്യം പറഞ്ഞത് എന്താണ്? ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞത് പൗരന്മാർക്ക് മാത്രം ബാധകമാണെന്നാണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 14 പൗരന്മാർക്ക് മാത്രം ബാധകമാണെന്നാണ് താങ്കൾ പറഞ്ഞത്. ആർട്ടിക്കിൾ 14 താങ്കൾ തേങ്ങാക്കുല മാങ്ങാത്തുലി തുടങ്ങിയ വൃത്തികെട്ട വാക്കുകൾ താങ്കൾ ഉപയോഗിച്ചു താങ്കളുടെ അറിവുകേട് മറയ്ക്കാൻ. അപ്പൊ ഭരണഘടന പഠിക്ക്, നല്ലതാണ്, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയല്ലേ. മാങ്ങാത്തൊലിയൊന്നും വൃത്തികെട്ട വാക്കുകളൊന്നും അല്ല, അതൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എന്നാ എന്ത് മാങ്ങാത്തൊലി ആണെങ്കിലും തേങ്ങാക്കൊലയാണെങ്കിലും ഷാബു പ്രസാദ് താങ്കൾ ഭരണഘടന ഒന്ന് പഠിക്ക്. നൽകുന്ന അവകാശങ്ങൾ എല്ലാവർക്കും ഒരുപോലെ. ശരി, എന്നാ എന്ത് മാങ്ങാത്തൊലി ആണെങ്കിലും തേങ്ങാക്കൊലയാണെങ്കിലും താങ്കൾ ആ ഭരണഘടന ഒന്ന് പഠിക്ക്. അതിൽ പൗരന്മാർക്കും പൗരന്മാരല്ലാത്തവർക്കും ബാധകമായ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് പഠിക്ക്. ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ചിന്റെ വിധി ഒന്ന് വായിക്ക്, അത്ര മനസ്സിലാവുമല്ലോ. ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഈ പോസ്റ്റ് മാറ്റല്ലേ സാർ? ഈ ആർട്ടിക്കിൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ലേ? ഈ CAA ഗോൾ പോസ്റ്റ് മാറ്റില്ലേ? നമ്മുടെ സമയം കഴിഞ്ഞു, പക്ഷെ ഗോൾ പോസ്റ്റ് മാറ്റല്ലേ? ആർട്ടിക്കിൾ 14 ഇവിടുത്തെ പൗരന്മാർക്ക് മാത്രം ബാധകമാവുന്നതാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെയല്ല എന്ന് ഞാൻ സ്ഥാപിക്കുകയാണ്. എന്താണ് വിവിധ കോടതികളുടെ വിധി പ്രസ്താവം ചൂണ്ടിക്കാണിക്കൊണ്ട്. അപ്പൊ ഇനി മറ്റൊരു ചർച്ചയിൽ പോയി ആ അറിവുകേട് വിളമ്പാതെയെങ്കിലും ഇരിക്കൂ ഷാബു. താങ്ക് യു. ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഹാഷ്മി പറയുന്നത്? താങ്കളല്ലേ മണ്ടത്തരം പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. ഈ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥ സാർ, ഞാൻ ആർട്ടിക്കിൾ 14 പറഞ്ഞു. എല്ലാവർക്കും ബാധകമാണ്. ഞാൻ ആർട്ടിക്കിൾ 14 പറഞ്ഞേ. ഓക്കെ, താങ്കൾ നന്ദി, താങ്ക് യു. താങ്കൾ ഇപ്പോൾ സമ്മതിച്ചല്ലോ, എല്ലാവർക്കും ബാധകമാണ്. താങ്കൾ സമ്മതിച്ചല്ലോ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട് ഷാബു പ്രസാദ്. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. നിയമം ശരി, ആർട്ടിക്കിൾ 14 എല്ലാവർക്കും ബാധകമാണെന്ന് സമ്മതിച്ചല്ലോ. തുടക്കത്തിൽ അങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞെങ്കിലും ഞാൻ കൃതാർത്ഥനായി ഷാബു. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. എന്റെ ചർച്ച പൂർണ്ണമാവുന്നു.
ഹാഷ്മി അങ്ങനെ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു തന്നെയാണ് ഇത്. അത് തന്നെ വേണം. ആർട്ടിക്കിൾ 14 എല്ലാവർക്കും ബാധകമല്ല, അത് പൗരന്മാർക്ക് മാത്രമാണ് താങ്കൾ പറഞ്ഞു. അത് അവസാനമായപ്പോൾ എല്ലാവർക്കും ബാധകമാണ്, താങ്കൾക്ക് ബോധ്യപ്പെട്ടു. താങ്ക് യു. അത്രേ ഉദ്ദേശമുള്ളൂ. താങ്കൾ മനസ്സിലായല്ലോ, അത് മതി. മറ്റൊരു ചർച്ചയിൽ പോയി അറിവോട് പറയാതിരിക്കും. 14 നൽകുന്ന അവകാശങ്ങൾ എന്നാണ് പറഞ്ഞത്. മറ്റൊരു ചർച്ചയിൽ പോയി ആർട്ടിക്കിൾ 14 ഇന്ത്യക്കാർക്ക് മാത്രം ബാധകമാണെന്നൊരു അറിവുകേട് പറയാതിരിക്കൂ. അത്രേ ഉള്ളൂ. അപ്പൊ അറിവ് സാർ അറിയാത്തൊരു കാര്യം പറഞ്ഞു തരുന്ന പ്രായത്തിൽ കുറഞ്ഞ ഞാനാണെങ്കിലും എടുക്കണ്ടേ? പ്രായത്തിൽ കുറഞ്ഞ ഞാനാണെങ്കിലും അറിവ് പറഞ്ഞത് എടുക്കണ്ടേ? ഇവിടുത്തെ രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന സാർ അമേരിക്കയിൽ ആർട്ടിക്കിൾ 14 ബാധകമല്ല, അതെനിക്കറിയാം. സാർ അമേരിക്കയിൽ ആർട്ടിക്കിൾ 14 ബാധകമല്ല. പക്ഷെ അമേരിക്കയിൽ ഇവിടെ വന്ന് താമസിക്കുന്ന ഒരു അമേരിക്കൻ പൗരൻ ആർട്ടിക്കിൾ 14 ബാധകമാണെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ അല്ലെന്നാ പറഞ്ഞത്. പോട്ടെ, അത് വിട്ടേക്കൂ. അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ. എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. ചർച്ചയിൽ പറഞ്ഞത് എല്ലാവർക്കും നന്ദി. ഇനി